ജെങ്കിൻസ് എങ്ങനെ നമുക്ക് ഒരു EC2 ഇൻസ്റ്റൻസിൽ സെറ്റപ്പ് ചെയ്ത് റെഡിയാക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് സെഷനിൽ ജെങ്കിൻസ് എന്താണെന്നും അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ബ്രീഫായിട്ട് നോക്കി, ഒരു ഓവർവ്യൂ നോക്കി നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ സെഷനിൽ നമുക്ക് ജെങ്കിൻസ് മാസ്റ്റർ എങ്ങനെ ഒരു EC2 ഇൻസ്റ്റൻസ് ഡിപ്ലോയ് ചെയ്തിട്ട് അതിൽ സെറ്റപ്പ് ചെയ്ത് റെഡിയാക്കാം എന്നുള്ള കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കും. ജെങ്കിൻസിൻ്റെ സ്ലേവ്സ് എന്ന് പറയുമ്പോൾ അതിനൊരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് പിന്നീട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് എന്ന് പറയുന്നത് ജെങ്കിൻസ് മാസ്റ്റർ എങ്ങനെ സെറ്റപ്പ് ചെയ്ത് അതിൻ്റെ ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്സ് ആണ് നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കിടക്കാം. ഓക്കെ, ഇതിപ്പം നമുക്ക് ഓൾറെഡി 2 ഇൻസ്റ്റൻസസ് ഇവിടെ റണ്ണിങ് ആണ്. ഒന്ന് നമ്മൾ ആദ്യമേ എക്സാമ്പിൾസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്ത ഒരു ഇൻസ്റ്റൻസ്, രണ്ടാമത്തത് നമ്മൾ കോഡ്സ്റ്റാർ പ്രോജക്റ്റ് വഴി ക്രിയേറ്റ് ആയ ഒരു ഇൻസ്റ്റൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ജെങ്കിൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി നമുക്ക് ഫസ്റ്റൊക്കെ എക്സാമ്പിൾ ചെയ്തിട്ടുള്ള ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു ഇൻസ്റ്റൻസ് ആണ്. നമ്മുടെ വെബ് സെർവറൊക്കെ ലോഞ്ച് ചെയ്ത് ആ ഒരു എക്സാമ്പിൾ വെബ് പേജൊക്കെ നമുക്ക് കാണിച്ച് നമ്മൾ ആ ഒരു എക്സാമ്പിൾ ചെയ്ത ഒരു ഇൻസ്റ്റൻസിൽ കൂടെ തന്നെയാണ് ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഇൻസ്റ്റൻസ് ഉബുണ്ടുവിൻ്റെ 20.04 എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റൻസ് ആണ്, ഇമേജാണ് നമ്മളിപ്പം ഫസ്റ്റ് നമ്മളത് യൂസ് ചെയ്ത് ആ ഒരു ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഇമേജാണ്, വേറെ ഏതെങ്കിലും ഒരു ലിനക്സ് ഫ്ലേവറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജെങ്കിൻസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യും എന്നുള്ള സ്റ്റെപ്സ് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻസിലോട്ട് ഞാനിപ്പോൾ പുട്ടി വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. പുട്ടിയായിട്ട് എങ്ങനെ പുട്ടി വഴി നമുക്ക് എങ്ങനെ ഇൻസ്റ്റൻസ് കണക്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം അതൊക്കെ ബിഗിനേഴ്സ് സെഷനിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്കിപ്പോൾ ഡെവോപ്സിൽ അത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്കിനി ജെങ്കിൻസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്റ്റെപ്സ് ഓരോന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും സ്റ്റെപ്സാണ് ബേസിക്കലി ഉള്ളത് ജെങ്കിൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു സെഷൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തേക്കാം, നമ്മുടെ L.M.S പ്ലാറ്റ്ഫോമിലും ഞാൻ അറ്റാച്ച് ചെയ്തേക്കാം. ഇനി അതല്ല നിങ്ങൾ യൂട്യൂബ് വഴിയാണ് ഈ ഒരു ട്യൂട്ടോറിയൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് സെക്ഷനിലും ഞാൻ ഇത് സ്റ്റെപ്സ് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഓരോ സെക്ഷനായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻസ് ഈ സ്റ്റെപ്സ് ചെയ്ത് തീരുന്നവരെ ഞാനൊന്ന് ഈ ഒരു വീഡിയോ ഒന്ന് കുറച്ചൊന്ന് സ്പീഡപ്പ് ചെയ്ത് വിടുകയാണ്, സ്കിപ്പ് ചെയ്ത് വിടുകയാണ്, കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി റെസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻസ്റ്റാളേഷൻ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്കൊരു എറർ നമ്മൾ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ജെങ്കിൻസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഫെയിൽഡ് ടു സ്റ്റാർട്ട് ജെങ്കിൻസ് കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ സെർവർ ഉബുണ്ടു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സിമിലർ എറർ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്പൺ JDKയുടെ വെർഷൻ 11 ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു എറർ നിങ്ങൾ എൻകൗണ്ടർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് കൂടുതൽ റിസർച്ച് നിങ്ങൾക്ക് ഗൂഗിളിൽ ചെയ്യാവുന്നതാണ്. അപ്പം എനിക്കൊരു ഫോറത്തിൽ നിന്ന് കിട്ടിയ ഒരു റിസൾട്ട് വെച്ചിട്ടാണ്, ഒരു ഒപ്പീനിയൻ വെച്ചിട്ടാണ് ഞാനത് ട്രൈ ചെയ്ത് നോക്കിയത്. ഓപ്പൺ JDK വെർഷൻ 11 ഞാൻ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ മാത്രമാണ് എനിക്കിത് കറക്റ്റായി വന്നത്. ഓക്കെ, അത് നമ്മൾ ട്രൈ ചെയ്യുന്ന ജെങ്കിൻസിൻ്റെ വെർഷൻ അനുസരിച്ച് അത് ചേഞ്ച് ആവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ആ എറർ മാറി, ഞാൻ കറക്റ്റായിട്ട് ഇൻസ്റ്റാളേഷൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പം ജെങ്കിൻസ് നമുക്കിനി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്കത് കഴിഞ്ഞൊന്ന് സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ജെങ്കിൻസ് സർവീസിൻ്റെ. ഓക്കെ, ഇപ്പോൾ ആക്റ്റീവ് റണ്ണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്കിവിടെ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. നമ്മുടെ ഈ വെബ് സെർവറിൻ്റെ നമുക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ് ഒന്ന് നമുക്ക് നോക്കണം. സെക്യൂരിറ്റി ഗ്രൂപ്പ് നമുക്ക് നോക്കിയിട്ട് അതിൽ നമുക്ക് ഒരു പോർട്ടും കൂടെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അതായത് ഇൻബൗണ്ട് റൂൾസ് എടുത്തിട്ട് നമുക്ക് എഡിറ്റ് ഇൻബൗണ്ട് റൂൾസ് കൊടുക്കുക. അതിൽ നമുക്ക് ഒരു കസ്റ്റം TCP റൂള് പോർട്ട് നമ്പർ 8080 കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം ജെങ്കിൻസ് ബൈ ഡിഫോൾട്ട് റൺ ചെയ്യുന്ന പോർട്ട്, ലിസൺ ചെയ്യുന്ന പോർട്ട് 8080 ആണ്. അപ്പോൾ അത് കാരണം നമ്മളിതും കൂടെ ഒന്ന് നമ്മളിതിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് ഇൻബൗണ്ട് റൂൾസിൻ്റെ കൂട്ടത്തിൽ. എന്നിട്ട് സേവ് റൂൾസ് കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിനി നമ്മുടെ ഇൻസ്റ്റൻസിൻ്റെ പബ്ലിക് IP നമുക്കൊന്ന് നോക്കാം. പബ്ലിക് IP എടുത്തിട്ട് നമുക്കൊന്ന് ബ്രൗസറിൽ നമുക്കൊന്ന് ലോഞ്ച് ചെയ്ത് നോക്കാം. എടുത്തിട്ട് അതിൻ്റെ പോർട്ട് 8080 വരുന്നത്. അപ്പോൾ അത് മറന്നു പോകരുത്. മറ്റേതിൽ നമ്മൾ പോർട്ട് 80 ബൈ ഡിഫോൾട്ട് നമ്മുടെ വെബ് സെർവർ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ 8080 ബൈ ഡിഫോൾട്ടായിട്ട് ഈ ജെങ്കിൻസ് റൺ ചെയ്യുന്നത്. അപ്പോൾ അത് എടുത്തിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ സക്സസ്ഫുള്ളി ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ക്രീൻ കിട്ടുന്നത്. ജെങ്കിൻസ് സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ്. അൺലോക്ക് ജെങ്കിൻസ് എന്ന് പറഞ്ഞാണ് നെക്സ്റ്റ് കാണിക്കുന്നത്. അപ്പം ഫസ്റ്റ് ടൈം നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡ്, ബൈ ഡിഫോൾട്ട് ഉള്ളൊരു അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ്റെ അകത്തുനിന്ന് ഒരു ഫയലിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ഇവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ കോപ്പി ചെയ്തിട്ട്
നമ്മുടെ EC2 ഇൻസ്റ്റൻസിൽ വന്ന് സ്യൂഡോ വെച്ചിട്ട് മാത്രമേ പറ്റുള്ളൂ. സ്യൂഡോ ക്യാറ്റ് കമാൻഡ് കൊടുത്ത് ആ ഒരു പാത്ത് കൊടുത്തു. അതായത് ഇനിഷ്യൽ അഡ്മിൻ പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഫയലിനകത്താണ് അത് കിടക്കുന്നത്. ആ ഒരു പാത്തിനകത്ത് അത്രയും കൊടുത്തു. അപ്പോൾ നമുക്കൊരു എൻക്രിപ്ഷൻ കീ, ഒരു അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡാണ് ഇത് ആക്ച്വലി. അത് കിട്ടും. അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കൊടുത്ത ശേഷം നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അത് ഓക്കെ ആവും. നെക്സ്റ്റ് സ്ക്രീനിലോട്ട് പോകും. അടുത്തത് കസ്റ്റമൈസ് ജെങ്കിൻസ് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഇതിൽ ഇൻസ്റ്റാൾ സജസ്റ്റഡ് പ്ലഗിൻസും വരും, സെലക്ട് പ്ലഗിൻസ് ടു ഇൻസ്റ്റാൾ എന്നും പറഞ്ഞ് വരും. നമുക്ക് ഇൻസ്റ്റാൾ സജസ്റ്റഡ് പ്ലഗിൻസ് തന്നെ കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ അത് ഇത്രയും കുറേ സജസ്റ്റഡ് പ്ലഗിൻസ് അത് ഇൻസ്റ്റാൾ ചെയ്യാം. കുറച്ച് ടൈം എടുക്കും. നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് റിസ്യൂം ചെയ്യാം ഇനി. ഓക്കെ, അപ്പോൾ സജസ്റ്റഡ് പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന നമുക്ക് ഫസ്റ്റ് ഒരു അഡ്മിൻ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്കൊരു യൂസർ നെയിം നമുക്ക് കൊടുക്കാം. നമുക്ക് അഡ്മിൻ എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കാം. പാസ്വേഡ് നമുക്കൊരു പാസ്വേഡ് ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ, ഇത്രയും കൊടുത്ത ശേഷം നമുക്ക് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം. പാസ്വേഡ് ഡിഡ്ന്റ് മാച്ച് എന്നാണ് പറയുന്നത്. നമുക്കൊന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ ജെങ്കിൻസ് ആക്സസ് ചെയ്യേണ്ട URL ഏത് വേണമെന്നാണ് ചോദിക്കുന്നത്. നമുക്കിപ്പോൾ ഡൊമെയിൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡൊമെയിൻ നെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡൊമെയിൻ നെയിം വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം ഈ ഒരു സ്റ്റേജിൽ. അതല്ല നമ്മൾ ഡയറക്റ്റ്ലി പബ്ലിക് IP നിന്നാണ് ആക്സസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു IP തന്നെ, നമ്മുടെ ഇൻസ്റ്റൻസിൻ്റെ IP തന്നെ കൊടുത്തിട്ട് ആ ഒരു പോർട്ടും കൊടുത്ത് നമുക്ക് ഇവിടെ തന്നെ അത് തന്നെ ബൈ ഡിഫോൾട്ട് കാണിക്കുന്നത്. അത്രയും കൊടുത്ത ശേഷം നമുക്ക് സേവ് ആൻഡ് ഫിനിഷ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി സെറ്റപ്പ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി സ്റ്റാർട്ട് യൂസിങ് ജെങ്കിൻസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ജെങ്കിൻസ് മാസ്റ്ററിൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ സെഷൻ്റെ മെയിൻ ഉദ്ദേശം ജെങ്കിൻസ് എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഈ ഒരു ബേസിക് കോൺഫിഗറേഷൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഒരുപാട് സെറ്റപ്പ്സ് നമുക്കിതിൽ ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് എ ജോബ് ഉണ്ട്, സെറ്റപ്പ് ആൻഡ് ഏജൻറ്റ് ഉണ്ട്. അപ്പോൾ ഏജൻറ്റ് സെറ്റപ്പ് ചെയ്തിട്ടാണ് നമ്മൾ സ്ലേവ്സ് എല്ലാം കോൺഫിഗർ ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നമ്മളെന്തായാലും ഈ ഒരു സെഷനിൽ നമ്മൾ അതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. നമുക്ക് ക്രിയേറ്റ് ജോബ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ പല ടൈപ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫ്രീ സ്റ്റൈൽ ജോബ് ആണെങ്കിലും പൈപ്പ് ലൈൻ നമ്മൾ ഓൾറെഡി എക്സാമ്പിൾ കണ്ടതുപോലെയുള്ള നമ്മൾ ഡിസ്കസ് ചെയ്താണ് ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തന്നപ്പോൾ. അങ്ങനത്തെ പൈപ്പ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇങ്ങനത്തെ ജോബ്സ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് മാനേജ് ജെങ്കിൻസ് ഉണ്ട്. അപ്പോൾ അതിലാണ് നമ്മുടെ കോൺഫിഗറേഷനും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് പിന്നീട് ഒരു സെഷനിൽ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു വോളിയം 1 നമ്മൾ എന്തായാലും ഇത്രയും മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ജെങ്കിൻസിനെ കുറിച്ചിട്ട്. അതിൻ്റെ ഒരു ബേസിക് ഇൻസ്റ്റാളേഷനും മാസ്റ്ററായിട്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതോടുകൂടി നമുക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ വോളിയം 1 നമ്മുടെ ഡെവോപ്സ് കോഴ്സിൻ്റെ വോളിയം 1 നമ്മൾ ഇതോടുകൂടി കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ സെഷൻ ഇപ്പോൾ കാണുന്നത് നിങ്ങളിൽ പലരും ചിലപ്പോൾ യൂട്യൂബിൽ ഫ്രീ വീഡിയോസിൽ വഴിയായിരിക്കും കാണുന്നത്. അതല്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ സപ്പോർട്ട് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ L.M.S പ്ലാറ്റ്ഫോമിൽ പെയ്ഡ് കോഴ്സായിട്ട് കാണുക. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിൽ തന്നെ Q&A ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷന് ഒരു പ്രത്യേക സെക്ഷനുണ്ട് എല്ലാ സെഷൻസിനും. അപ്പോൾ അതിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ അതിൽ തന്നെ നമ്മൾ ആൻസർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റിന് വോളിയം 2 വരുന്നത് അടുത്ത് നമുക്ക് കോൺഫിഗറേഷൻ ആൻഡ് മാനേജ്മെൻറ്റും മോണിറ്ററിംഗ് ഒക്കെയാണ് അടുത്ത് നമ്മൾ വോളിയം 2 ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സെഷൻ 1 വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ കറക്റ്റായിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വളരെ തറവാക്കുക. അത് കഴിഞ്ഞിട്ട് യൂസേഴ്സിൻ്റെ റിക്വസ്റ്റ് വരുന്നത് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വോളിയം 2 റിലീസ് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ L.M.S പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ചോദിക്കുക. നമ്മൾ കറക്റ്റായിട്ട് അതിന് ആൻസർ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും.